ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നത് പുതിയ റെസിപ്പി ആയിട്ടാണ്, വഴുതനങ്ങ ഫ്രൈ. അപ്പോൾ എങ്ങനെ നമുക്ക് വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കി നോക്കിയാലോ? ഒരു വെറൈറ്റി റെസിപ്പിയാണിത്. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കാനും മറക്കരുത്. ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ട്, ഇത് ടേസ്റ്റ് ആണല്ലോ എന്ന്. അപ്പോൾ നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ? ആദ്യം തന്നെ വഴുതനങ്ങ എടുത്തിട്ട് നന്നായി കഴുകിയിട്ടുണ്ട്. ഞാൻ ആദ്യം 2 വഴുതനങ്ങ എടുത്ത്, പിന്നെ എനിക്ക് ഒന്നും കൂടി എടുക്കാം. അങ്ങനെ 3 വഴുതനങ്ങ എടുത്തിട്ട് നീട്ടിട്ട് കട്ട് ചെയ്ത് കേട്ടോ. അതിന് മുന്നേ ഞാൻ എൻ്റെ സീക്രട്ട് റെസിപ്പി കാണിക്കാം എന്താണെന്നുള്ളത്. അതാണ് ഈ കാണുന്നത്, പച്ചമാങ്ങ ഗ്രേറ്റ് ചെയ്തത്. ഞാനിങ്ങനെ പച്ചമാങ്ങ ഗ്രേറ്റ് ചെയ്തിട്ട് ആദ്യമായിട്ടാണ് വഴുതനങ്ങ പൊരിക്കാൻ പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു വെറൈറ്റി റെസിപ്പിയാണ്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ഞാനൊരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. കാരണം ഇതൊരു 3 വഴുതനങ്ങയുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് 2 സ്പൂൺ മുളക് പൊടി ഇട്ട്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. അത് ഞാനൊരു അര ടീസ്പൂണൊന്നും ഇല്ല, കുറച്ച് ഞാൻ ഈ കാണിക്കുന്ന അത്രയും. പിന്നെ ഞാൻ കുറച്ചും കൂടി ഇട്ടു കേട്ടോ, അതിനകത്ത് ഉപ്പ് കുറവായിരുന്നു. എന്നിട്ട് നന്നായി മിക്സാക്കി, എന്നിട്ട് അതിലേക്ക് കറിവേപ്പില ചതച്ചതിട്ടെ. കറിവേപ്പില ചതച്ചത് നിങ്ങൾ ഇടലുണ്ടോ ഗൈസ്? ഞാനിത് എൻ്റെ ഒരു പരീക്ഷണം പോലെ ഞാൻ ഉണ്ടാക്കി നോക്കുന്നതാണ്. അതിനൊക്കെ തോന്നി കുറച്ച് ഹെൽത്തി ആയിരിക്കട്ടെ, അതിന് നമ്മൾ കറിവേപ്പില എന്താക്കും, മുഴുവനേ ഉണ്ടാകുമ്പോൾ നമ്മളത് എടുത്തങ്ങ് കളയും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഇടാന്ന്. പിന്നെ ഇത് ജീരകവും കുരുമുളകും കൂടി പൊടിച്ചാണ്, അതും കൂടി ഇട്ടു. കുറച്ച് തരി, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് തരിയും കൂടി ഇട്ടാൽ നല്ല രസമുണ്ടാവും. അതുകൊണ്ട് കുറച്ച് തരിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഓരോ വഴുതനങ്ങയിൽ ഇത് പുരട്ടി വെക്കാം കേട്ടോ. നല്ല പോലെ പിടിപ്പിക്കുക, നല്ല കുട്ടപ്പനാക്കി വെക്കുക കേട്ടോ. നല്ല കുട്ടപ്പനാക്കി പാനിൽ വെച്ച് പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതേ ഉള്ളൂ റെസിപ്പി എന്ന് പറയാൻ വേണ്ടിയിട്ട്. സിമ്പിളാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു വെറൈറ്റി അല്ലേ? നിങ്ങൾ ഇതുവരെ കാണുന്നതിലൊന്നും പച്ചമാങ്ങയൊന്നും കൂടിയിട്ടുണ്ടല്ലോ. ഒരു പുളിപ്പിന് വിനാഗിരിയൊക്കെ കൂട്ടുന്നവരുണ്ടല്ലേ. വിനാഗിരി ഒന്നും അത്ര ഹെൽത്തി അല്ല, അതുകൊണ്ട് നമുക്ക് എന്താക്കാം, പച്ചമാങ്ങ കൂട്ടാന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. അത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്. ഇതാ നല്ല ജ്യൂസി ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.